Hey guys, welcome to the video and you're watching Laughing Lemon. ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ജേണൽ സപ്ലൈസ് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ A4 ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ എല്ലാവർക്കും എന്തായാലും സ്കൂളൊക്കെ തുറക്കും, ആർക്കും അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല, ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ജേണൽ ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതിനാദ്യം നമ്മൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈൻസ്, കുഞ്ഞു കുഞ്ഞു ഹേർട്ട്, ഞാനിവിടെ ഇപ്പം ചെറിയ ഹേർട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വൈറ്റും റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അതൊരു അടിപൊളിയായിരിക്കും. നമുക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ജേണൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഷി ടേപ്പിലും ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡിൻ്റെ ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രയോൺ ഉണ്ടെങ്കിൽ ക്രയോൺ വെച്ച് ചെയ്താലും മതിയാവും. നമ്മൾ ഒരിക്കലും ഈ സ്കെച്ച് കളർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ബ്ലാക്ക് സ്കെച്ച് വെച്ച് കളർ ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് സ്പ്രെഡായി പോകും. ഞാൻ അങ്ങനെ ഇത് ആദ്യം എൻ്റെ പെന്നിന് തെളിയാതെ വന്നപ്പോൾ ഞാനിത് സ്കെച്ച് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നമായി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് വാട്ടർ കളർ തീമിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം വാട്ടർ കളർ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുകൂടി ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒരു ലീഫ് ലൈക്ക് പാറ്റേൺ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിക്കാം. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറന്നുപോയി. ഞാൻ ഫൈനലിൽ കാണിച്ചു തരാം റിസൾട്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രൂട്ട് തീമിൽ എന്തെങ്കിലും ഒരു ജേണൽ ചെയ്ത് നോക്കാം. നമുക്ക് ഫ്രൂട്ട് തീം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആപ്പിൾ ചെയ്യാം, ഓറഞ്ച് ചെയ്യാം, ബനാനാസ് ചെയ്യാം, സ്ട്രോബെറീസ് ചെയ്യാം. നമുക്ക് കൺവീനിയൻ്റ് ഏതാണോ വരയ്ക്കാൻ അതിൽ ചെയ്യാം. എനിക്കിപ്പോൾ സിമ്പിളായിട്ട് ഓറഞ്ചാണ് തോന്നി. അത് മാത്രമല്ല റെഡ് ഞാൻ ഓൾറെഡി ഹേർട്ടിൻ്റെ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓറഞ്ച് സ്കെച്ച് എടുത്ത് ഇതുപോലെ ചെറിയ സർക്കിൾസ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഗ്രീൻ സ്കെച്ച് എടുത്ത് ഇതുപോലെ അതിൻ്റെ ലീവ്സ് കൂടെ വരച്ചു കൊടുത്താൽ സംഭവം കഴിഞ്ഞു. ഇത് സിമ്പിളാടാ, ഒന്നുമില്ല. നമുക്കത് ചുമ്മാ തന്നെ നമുക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്തായാലും. വാഷി ടേപ്പ് ഭയങ്കര എളുപ്പമാണ്. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പാടായിരിക്കുമെന്ന്. ഒന്നെങ്കിൽ ഇത് നമുക്ക് ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടിഷ്യൂ ടേപ്പോ ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നമുക്ക് ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. അതിനാദ്യം ഈ മെഷർമെൻറ്റിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കാം. നമുക്ക് യെല്ലോ സ്കെച്ച് എടുത്തിട്ട് ഇതുപോലൊരു പാറ്റേൺ പേപ്പറിൻ്റെ ഒരു എൻഡിൽ വരച്ചിട്ട് ഇതുപോലെ നമ്മൾ ബാക്കിലോട്ട് തന്നെ സ്കെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു പാറ്റേൺ കിട്ടും. ഇത് നേരിട്ട് കാണാൻ നമ്മുടെ ലെമണൊക്കെ കട്ട് ചെയ്യത്തില്ല, അതുപോലെ കിട്ടും. ഇത് നമ്മൾ മറ്റേ സൈഡിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇത് തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് സ്പ്രെഡാവും. നമ്മുടെ കയ്യിൽ ജെല്ലിൻ്റെ പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നോ നോർമൽ ബ്ലാക്ക് പെന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ പെന്നെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇത് ലൈനാണോ, ഇതിനെന്താ പറയുന്നത്? നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യണം, ഈ ഒരു പാറ്റേൺ എന്താ പറയുന്നതെന്ന്. ഇതിപ്പം എൻ്റെ ഈ ഒരു പെന്ന് കറക്റ്റായിട്ട് ഇത് കളർ കാണിക്കുന്നില്ല. കളർ കാണിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെളിയുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ മേളിലൂടെ ഒന്നുകൂടി വരച്ചു നോക്കി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ കിട്ടി. എന്നിട്ട് ഇതിനകത്ത് ചെറിയ ചെറിയ ലീവ്സൊക്കെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്റ്റെമ്മ് വേണമെങ്കിൽ സ്റ്റെമ്മോ വരച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോസ്റ്റർ. അതിനായിട്ട് ഞാൻ ഇവിടെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ എടുത്തിട്ട് നമ്മൾ ഇങ്ങനൊരു പാറ്റേൺ സെയിം പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ എന്തായാലും ബാക്കിലോട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടെ ഒരു നീറ്റ്നെസ് ഒക്കെ നമുക്ക് തരും. ഇത് നമ്മൾ 4 എൻഡിലും ഇത് ചെയ്യുന്നുണ്ട്. അതായത് 4 കോണിലും ഇതുപോലെ ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിന് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുക്കുക. ഇവിടെ ഞാൻ മറ്റേ പെന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പെന്ന് ചെറുതായിട്ടൊന്ന് പണിയൊന്നും തെളിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് സ്കെച്ച് വെച്ച് കെയർഫുള്ളായിട്ട് അങ്ങ് ചെയ്തു. വലിയ കുഴപ്പമില്ല, എന്തായാലും എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒക്കെ ചിറകില്ലേ, അതുപോലെ ഇരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾ എന്തായാലും വരച്ചു നോക്കുക. നമുക്കിത് ജേണൽസിൽ മാത്രമല്ലടാ, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിത് കുറച്ചുകൂടി ഒരു വലിയ സൈസിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭിത്തിയിലൊക്കെ വാൾ പോസ്റ്റേഴ്സായിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് നമുക്ക് ഡെസ്ക് ഡെക്കറൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക് ഡെക്കറായിട്ട് ചെയ്യാം. ഇത് ചെറിയൊരു ചെക്കിൻ്റെ പാറ്റേണാണ്. ഞാൻ അതിന് ആദ്യം ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തു, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ വെച്ച് ക്രോസ് വരച്ചു കൊടുത്തു. പക്ഷേ അത് ഓൾറെഡി നേരിട്ട് കാണാൻ കൊള്ളായിരുന്നു. എന്നിട്ട് ഞാൻ അതിനകത്ത് ചെറിയൊരു ഇതിൻ്റെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് കുറച്ച് ലീവ്സ് കൂടി വരച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് കുളമായിപ്പോയി. എനിക്കെന്തോ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വരച്ചല്ലേ നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞ് ഈ ഒരു പോസ്റ്റർ കൂടി ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലീഫിൻ്റെ ഭാഗം അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതൊരു ഭംഗി വരാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മേളിൽ
ബ്ലാക്ക് കളറിലെ പെന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. നമ്മുടെ മറ്റേ തെളിയാത്ത പേന വെച്ചിട്ട് അതും ചെറുതായിട്ടൊന്ന് കുളമായെങ്കിലും ഞാൻ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അസൈൻമെൻറ്റ്സിന് ഇതെന്തായാലും യൂസ് ചെയ്യണ്ട. നമുക്ക് ആദ്യം കാണിച്ച 2-3 പാറ്റേണൊക്കെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാറായിരുന്നു ഇത് എന്തോ അങ്ങോട്ട് ശരിയായില്ല. സ്കെച്ചിൻ്റെ കുഴപ്പമാണോ, എൻ്റെ കുഴപ്പമാണോ, വരച്ചതിൻ്റെ കുഴപ്പമാണോ ഒന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ഇത് നേരെ ചുരുട്ടി ഞാൻ കളഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതുപോലൊരു മിന്നാമിന്നി കളറിൽ ബ്ലാക്ക് വരുന്നൊരു ഡിസൈൻ. ആക്ച്വലി ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടോ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിതിൽ ചെറിയ ബോ വേണമെങ്കിൽ അത് വരച്ചു കൊടുക്കാം, വേറെ ബട്ടർഫ്ലൈസ് വേണമെങ്കിൽ അത് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഹേർട്ടിൻ്റെ ഡിസൈനാണ് വരച്ചു കൊടുത്തത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ജേർണൽസിൽ പേരൊക്കെ എഴുതാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് കളേഴ്സ് ചെയ്തൊരു പോസ്റ്റേഴ്സ് പോലെ നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ ഗ്ലിറ്ററൊക്കെ ഉണ്ട്, അപ്പം നല്ല രസമായിരിക്കും. ഇതിനകത്ത് നെയിംസോ കാര്യങ്ങളോ കോട്ടോ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് വരും. കണ്ടോ, ഗോൾഡ് നല്ല രസമുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേറൊരു കളറായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പീച്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. സോ അതത്ര അങ്ങോട്ട് കാണുന്നില്ല, വെള്ള പേപ്പറിൽ അടിക്കുമ്പോഴത്തേക്ക് അതത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ മേളിൽ ഗ്ലിറ്റർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് കുഴപ്പമില്ല, കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് യെല്ലോ വെച്ചിട്ടാണ്. ഇത് മൂന്നും നമുക്കിത് ചില ജേർണൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നെയിംസൊക്കെ എഴുതാനായിട്ട് ഇങ്ങനത്തെ ചില പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഞാൻ സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.